ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആൻഡ് ഓൾസോ ഞാൻ വീഡിയോ കൂടെ കാണിച്ചു തരാം ലിപ് കെയറിനെ പറ്റിയിട്ടാണ്. ജെൻസ് ആയാലും ഫീമെയിൽസ് ആയാലും എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയാ. ലിപ്പിന്റെ കെയർ ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വെറുതെ വന്നിട്ട് കിടക്കാൻ നേരത്തെ ഒരു ലിപ് ബാം മാത്രം ഇട്ടാൽ മതിയോ? അത് മാത്രം പോരാ. നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റൂട്ടീനിൽ ലിപ് കെയർ റൂട്ടീനും കൂടെ ഒന്ന് ചേർക്കണം. അപ്പോൾ ലിപ് കെയർ റൂട്ടീൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർ മോർണിംഗ് ആൻഡ് നൈറ്റ് ടൈം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ലിപ് സ്ക്രബ് യൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ് സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. മുഖം വെറ്റായിട്ടിരിക്കുമ്പോൾ, അതായത് ലിപ്സും വെറ്റായിട്ടിരിക്കുമ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എക്സ്ഫോളിയേഷൻ ഇഫക്റ്റാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് സിറം ഇടാം. ഞാൻ പ്ലമ്മിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് നല്ല കിഡിലൻ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ചുണ്ടിലൊരു 2 ഡ്രോപ്സ് ഒറ്റിച്ച് കൊടുക്കണം. പക്ഷേ ഡ്രോപ്പർ ഒരിക്കലും ലിപ്സിൽ ടച്ച് ചെയ്യാതെയും നോക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലോക്ക് വൈസ് ആയാലും കുഴപ്പമില്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്ത് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമുക്ക് ലിപ് ബാം ഇടാം. ലിപ് ബാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലിനിക്കിൻ്റെതാണ് കേട്ടോ. ക്ലിനിക്കിൻ്റെ ലിപ് ബാമിൻ്റെ കൺസിസ്റ്റൻസിയും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നല്ല ഡ്രൈ ആൻഡ് ചാപ്പ് ലിപ്സ് ഉള്ളവർക്കും അതേപോലെ തന്നെ കോൾഡ് വിൻ്റർ ഒക്കെയുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്കും ഇത് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. അതിനുശേഷം നമുക്ക് വാസലിൻ ഇടാം. വാസലിൻ ഇടുന്നത് ഞാൻ പറഞ്ഞു സ്ലഗിങ്ങിന് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഈർപ്പം, ആ ഒരു മോയ്സ്ചറിൻ്റെ എഫക്റ്റ് പോവാതിരിക്കും. ഇത്ര എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ മസാജ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിപ് കെയർ റൂട്ടീൻ. നമ്മൾ റെഡിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.